ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അശ്വതി മഹേന്ദ്രൻ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഇത്രയും ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ വോയിസിലും എൻ്റെ ഫേസൊക്കെ കാണിച്ചിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ തെറ്റുകളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കാരണം എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആയെങ്കിലും വോയിസ് ഓവർ ചെയ്ത് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 1-2 മാസത്തിനുള്ളിൽ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്കങ്ങ് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. പിന്നെ ആരും ഇതുവരെയും ഒരു മോശം കമൻറ്റും ഇട്ടിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഇപ്പോൾ ഇന്ന് സംസാരിക്കുന്നത്. അങ്ങനെ കമൻറ്റ്സ് വരാറില്ല. അപ്പോൾ ആരും നെഗറ്റീവും പറഞ്ഞിട്ടില്ല. വലുതായിട്ട് കമൻറ്റ്സും വരാറില്ല. എന്നാലും ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വിഷൻ ബോർഡിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ ഒരു വിഷൻ ബോർഡ് ഈ വർഷം ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു വിഷൻ ബോർഡ് എന്ന രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരുപാട് കണ്ടതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം യൂട്യൂബൊക്കെ കാണുന്നവർക്ക് ഏകദേശം ഈ വിഷൻ ബോർഡ് എന്താണെന്നൊക്കെ അറിയായിരിക്കും. വിഷൻ ബോർഡ് എന്തെന്ന് അറിയാത്തവരും ചിലപ്പം കാണുമായിരിക്കും. കാരണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഈയിടെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ വിഷൻ ബോർഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ കാണില്ലേ, നമുക്ക് കുറേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആവണം, കുറേ സക്സസ് ആവണം, നമുക്ക് കുറേ വീട് വയ്ക്കണം, കാർ വാങ്ങണം, അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങൾ കാണില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എഴുതി ഒന്ന് വയ്ക്കുന്നത്, ഇതൊക്കെ നടക്കും, നടന്നു എന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ, അതായത് നമ്മളിങ്ങനെ കാണുകയാണ്, നമുക്കിതൊക്കെ സംഭവിക്കുന്നു, നമ്മളിങ്ങനെ ആകുന്നു, നമ്മൾ കാർ വാങ്ങുന്നു, നമ്മൾ നല്ല ജോലി വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ കാണുകയാണ്. നമുക്കൊരു വിഷൻ ഉണ്ടാവില്ലേ, അതാണ് ഈ വിഷൻ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 2026 വേണ്ടി ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2026 അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിഷനായിട്ട് കാണുകയാണ്, അതിനെ ഒരു ബോർഡിലോട്ട് ആക്കുകയാണ്. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ ആവും എന്ന്, പക്ഷെ നമ്മൾ ഇത് ആഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ആകുമായിരിക്കും എന്നുള്ളൊരു പാസ്റ്റ് നടക്കുമായിരിക്കും എന്ന് ഉള്ളൊരു ചിന്ത വരും. പക്ഷേ ഇത് പ്രസന്റ് ആണ്. അതായത് നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. ഇത് നടക്കും, ഉറപ്പാണ്. ഞാൻ ഈ ലൈഫിൽ സക്സസ് ആവും, ഈ വർഷം എനിക്കിത് കിട്ടിയിരിക്കും, ഇതെനിക്ക് ഈ വർഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിഷൻ ബോർഡിൽ എഴുതും. അതേപോലെ തന്നെ വിഷൻ ബോർഡിൽ നമ്മളിപ്പോൾ എല്ലാവർക്കും ദൈവവിശ്വാസം ഉണ്ടാവണമെന്നില്ല. അപ്പം ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് നമുക്ക് യൂണിവേഴ്സ് എന്ന് പറയാം. ഐ ലവ് യൂണിവേഴ്സ്, ഐ ലൈക്ക് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിതിൽ എഴുതാവുന്നതാണ്. വിഷൻ ബോർഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചാർട്ട് പേപ്പറിലാണ്. ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെർമോക്കോളിൻ്റെ ഇതുണ്ടല്ലോ, ഷീറ്റിൽ ഒരു ചാർട്ട് പേപ്പർ കവർ ചെയ്ത് എടുത്തിട്ട് അതിലാണ് ഇതിൻ്റെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയും ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അത് ചെയ്യാം. നമ്മൾ എഴുതി കൊടുക്കാം. നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളത് അച്ചീവ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് ഈ വിഷൻ ബോർഡിൽ തയ്യാറാക്കാം. അതേപോലെ തന്നെ ചിലരൊക്കെ ഇപ്പോൾ മൊബൈലിലും ചെയ്ത് വാൾപേപ്പറാക്കി വെക്കുന്നുണ്ട്. അതും ഞാൻ ചെയ്യണുണ്ട്. പക്ഷേ മെയിനായിട്ട് എനിക്ക് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഒരു ടേബിളിൻ്റെ മുകളിലായിട്ട് എനിക്ക് വിഷൻ ബോർഡ് വയ്ക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അല്ല, നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കാണൂലേ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. എൻ്റെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഈ ഡെസ്കിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ വിഷൻ ബോർഡിനെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ, ഈ വിഷൻ ബോർഡിൽ എനിക്ക് വിശ്വാസം വരാനുള്ള കുറച്ച് കാരണങ്ങളും കൂടിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു തരാം. ഈ വിഷൻ ബോർഡ് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നടക്കൂ, നമ്മുടെ ജീവിതത്തിൽ എഴുതി വെക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാനാണെങ്കിൽ അതൊക്കെ ഇപ്പോഴേ സംഭവിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ലോകം മൊത്തം അതിനുവേണ്ടി നമ്മളെ കൂടെ നിൽക്കുമെന്ന് പറയില്ലേ, അതേപോലെ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നതൊക്കെ സംഭവിക്കും. അതെനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷൻ ബോർഡിൽ എനിക്കൊരു കുറച്ച് വിശ്വാസമുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിൽ തന്നെ, അതായത് എൻ്റെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഡയറി ചെയ്യുന്ന ശീലം, ഈ ജേണലൊക്കെ ചെയ്യുന്ന ജേണൽ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 90s കിഡിൻ്റെ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ ലെറ്ററിലെ മാഗസീനിലെ ഒക്കെ ഫോട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ജേണലാണ്. പിന്നെ നടന്മാരെ ഒട്ടിച്ചിട്ടുള്ള ജേണലൊക്കെയാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെയൊക്കെ ജേണൽ, ഡയറി ഒക്കെ എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു 10 വർഷത്തോളം എനിക്ക് ആ ഒരു ശീലം ഇല്ലായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു 10 വർഷക്കാലത്തോളം എനിക്ക് ഈ ജേണൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറി എഴുതുന്ന ഒരു ശീലമില്ല. ഞാൻ 2022 അതിന് ശേഷം ഡയറി എഴുതാൻ തുടങ്ങിയത്. ഡയറി എഴുതാൻ തീരുമാനിച്ചതെന്ന് പറയാൻ, തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. കാരണം 2022 ഞാൻ ഒരു പേജ് ഡയറി മാത്രമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അത് തുറന്നു പോലും നോക്കിയിട്ടില്ല. 2023 ഞാൻ ആ ഡയറി തുറന്ന് നോക്കിയിട്ടില്ല. 2024 ഞാൻ ആ ഡയറി തുറന്ന് എൻ്റെ കുറച്ച് റെസൊല്യൂഷൻ മാത്രം ആ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ആ വർഷം ആ റെസൊല്യൂഷനൊക്കെ എല്ലാം ഒരു 10 എണ്ണത്തിൽ കൂടുതൽ റെസൊല്യൂഷൻ എഴുതിയെങ്കിലും ഒരു 2-3 റെസൊല്യൂഷൻസ് ഒക്കെ നടന്നു. കാരണം ആ ആഗ്രഹങ്ങൾ വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെയ്ക്ക് എഴുതി അങ്ങനെ വെച്ചിരുന്നിട്ടില്ല. എൻ്റെ ഒരു റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ആ എഴുതി വെച്ചതിന് ശേഷം 2 ആഗ്രഹങ്ങൾ നടന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് ക്യാഷൊക്കെ ഏൺ ചെയ്യണമെന്നായിരുന്നു, ഇൻഡിപെൻഡൻ്റ് ആവണം. പിന്നെ അടുത്തുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഗോൾഡ് വാങ്ങണമെന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം ക്യാഷിന് ഒരു ഗോൾഡ് വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 ആഗ്രഹങ്ങളും നടന്നു. ഈ 2 ആഗ്രഹങ്ങളും ആ പ്രാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഈ 2024 എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്ന്. അതെന്ന് പറഞ്ഞാൽ ഒരു 10 എഴുതിയെങ്കിൽ 2 നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങനെ നടക്കാറില്ല എന്നാണ് എൻ്റെ പൊതുവായിട്ടുള്ള വിശ്വാസം. ഈ 2 കാര്യങ്ങൾ നടന്നു. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ നടന്നു. അപ്പോൾ എന്തായാലും 2025 കൂടെ ഒരു റെസൊല്യൂഷൻ എഴുതാങ്ങ്. എന്നിട്ട് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ടു ഡു ലിസ്റ്റ്, പ്ലാനിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല പ്ലാനിങ്ങിലായിരുന്നു 2025 തുടങ്ങിയത്. ആദ്യം ഇതേപോലെ തന്നെ 2025 ഈ റെസൊല്യൂഷൻ എഴുതി.
കുറേ റെസൊല്യൂഷനൊക്കെ എഴുതി. പിന്നെ കുറച്ച് ഡയറിയിൽ 2-3 പേജ് എഴുതി. പക്ഷേ 2025 കുറച്ചുകൂടെ മാറ്റം വന്നു കേട്ടോ എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേജിൽ നിന്ന് ഒരു 4, 5, 6, 7 പേജിലോട്ടേക്കും കുറേ എൻ്റെ മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് 2025 സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 ഞാൻ 2024 എഴുതിയിട്ടുണ്ടായിരുന്നു. 2025 എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. കാരണം ഒരു വലിയ ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന സമയത്താണ് ഒരു വലിയ യാത്ര പോയിട്ടുള്ളത്. അതിനുശേഷം ഒരു വലിയ യാത്രയെ പോയിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഒരു വലിയ യാത്ര തിരുവനന്തപുരം കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു യാത്ര പോകണമെന്ന്. അത് നടന്നു. മൂന്നാറിലേക്ക് ട്രിപ്പ് പോയി. ആ വർഷത്തിൽ തന്നെ 4 ട്രിപ്പ് വരെ അടുപ്പിച്ച് ഞങ്ങൾ പോയി ഫാമിലിയായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിശ്വാസമായി. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാതെ എഴുതി വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമായി അത് മാറി. എത്ര പേർക്ക് അതിൽ വിശ്വാസം വരണമെന്നില്ല. പക്ഷേ എൻ്റെ അത് വിശ്വാസം അങ്ങനെയായി മാറി. അപ്പോൾ എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വിഷൻ ബോർഡും ഈ വർഷം എനിക്ക് കുറേ മാറ്റങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഉറപ്പിക്കുകയാണ് ഈ 2026 എൻ്റെ ഒരു നല്ലൊരു വർഷമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ യൂട്യൂബ് കരിയർ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു വർഷം ഞാൻ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കും. കാരണം എല്ലാവരും നടന്നതിന് ശേഷമാണ് വീഡിയോ ഇടാറ്. എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ഇടാറ് എല്ലാം നടന്നതിന് ശേഷമാണ്. പക്ഷെ ഞാൻ അതിന് മുന്നേ പറയുകയാണ് ഈ വർഷം എന്തായാലും ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഈ വർഷം നടക്കും. നമുക്ക് ആദ്യം കോൺഫിഡൻസ് ആണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും എന്ന് നമ്മൾ ഒരു കാര്യം നന്നായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കും എന്ന് നമ്മൾ. പിന്നെ വേറെ ഈ വിഷൻ ബോർഡ് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ആലോചിക്കുകയാണ്. വിഷൻ ബോർഡ് നമ്മൾ ഡെയിലി നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് തോട്ടാണെങ്കിൽ ഈ വിഷൻ ബോർഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ നടക്കണ കാര്യം തന്നെ എന്ന്, ഇതൊക്കെ നടക്കൂല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ വരികയാണെങ്കിൽ അത് നമ്മളെ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അത് നമുക്ക് നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ. കാരണം നമ്മുടെ ചിന്ത നെഗറ്റീവായിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ആളുടെ വീട്ടിൽ, അതായത് നമ്മുടെ ഫ്രണ്ട്, നമ്മുടെ റിലേറ്റീവ്, അവരൊക്കെ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. ഞാൻ ഇവിടെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാർ വാങ്ങിക്കും, വീട് വയ്ക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് അവരൊക്കെയാണ് വാങ്ങിക്കുന്നത്. അവർ കാർ വാങ്ങിച്ചു, അവർ വീട് വെച്ചു, അല്ലെങ്കിൽ അവർ ലൈഫിൽ സെറ്റിലായി, അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അസൂയ അതും ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അങ്ങനെയും പാടില്ല. അപ്പോൾ നമ്മൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിനോട് കൂടി നമ്മളും പോസിറ്റീവ് ആവുക. നമുക്കൊരു ശത്രുത അല്ലെങ്കിൽ അവർ നന്നായാലുള്ള ഒരു വിഷമം, കുശുമ്പ്, കുഞ്ഞായ്മയൊക്കെ ഉണ്ടല്ല, അതൊന്നും പാടില്ല. നമ്മുടെ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ വിട്ടേക്കുക, പൂർണ്ണമായിട്ടും വിട്ടേക്കുക. കാരണം മറ്റുള്ളവർ എന്തായാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അത് അവർക്കുള്ള കാര്യമാണ്. അവരുടെ ആ സന്തോഷം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക. ഒരിക്കലും ആ ഒരു സന്തോഷത്തിൽ നമ്മൾ നെഗറ്റീവ് അടിക്കരുത്. കാരണം അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ, അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരിക്കലും നമ്മളെ ബാധിക്കുന്നതല്ല. അവരെ സക്സസ്, അവർക്കുള്ള സന്തോഷം നമ്മുടെ സന്തോഷമായിട്ട് കൂടെ കാണുക. അപ്പോൾ അതും വിഷൻ ബോർഡൊക്കെ ചെയ്യുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിഷൻ ബോർഡ് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവരെ നെഗറ്റീവും നമ്മളും സ്വയം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്ലാനിങ് വേണം. ചുമ്മാ കുറേ കാര്യങ്ങൾ അങ്ങ് എഴുതി വെക്കാം എന്ന് വിചാരിക്കുന്നത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് ഇത്ര കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ, ഇത്ര കാര്യങ്ങൾ എനിക്ക് മതി എന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അത് എന്തൊക്കെയാണ് നമ്മുടെ ഹെൽത്ത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എൻ്റെ ഹെയറൊക്കെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഹെയറിലൊക്കെ നിറയെ ഡാമേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് എനിക്ക് അടുത്ത വർഷം നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഹെയർ വേണം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമുക്ക് ഈ വിഷൻ ബോർഡിൽ വയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ പ്രൊമോട്ട് ചെയ്യണം. ഒന്ന് പ്ലാനിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വിഷൻ ബോർഡ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബുക്കിലൊക്കെ ഫസ്റ്റ് അത് ആദ്യമായിട്ടൊക്കെ ചെയ്യണമായിരിക്കും. ഒരുപാട് തവണ ചെയ്തിട്ടുള്ളവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണം. അപ്പോൾ ഞാനൊരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഈ വിഷൻ ബോർഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം ഞാൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഒരു ബുക്ക് എടുത്ത് വെച്ച് ഞാൻ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്, ഇതൊക്കെ ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇവിടെ വിഷൻ ബോർഡ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് പ്രിൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പേപ്പർ പ്രിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. നിങ്ങൾക്ക് ഇത് ഗ്ലോസി ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ തൽക്കാലം അത്രയ്ക്ക് എക്സ്പെൻസീവ് പോകാതെ കുറച്ച് പേപ്പർ പ്രിൻ്റായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇതിലൊട്ടിക്കാവുന്ന ഫോട്ടോസ്, പിന്നെ കുറച്ച് കോട്ട്സ്, ഇതെല്ലാം ഇതേപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട കുറച്ച് പിക്ചേഴ്സും കൂടെ ഞാൻ ഇതേപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ പിക്ചേഴ്സ് പ്രിൻ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കോട്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. എനിക്ക് പിന്നെ സമയമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് ഇനി കോട്ട്സ് ഒക്കെ എഴുതി കൊടുക്കണമെങ്കിൽ കുറച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ എഴുതി കൊടുക്കേണ്ടത്. അപ്പം പെട്ടെന്ന് വലിയ പ്ലാനിംഗ് ഒന്നും മൈൻഡിൽ വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലുള്ള പ്രിൻ്റ് കിട്ടും, ഇതേപോലുള്ള ഫോട്ടോസിൻ്റെ ഫോട്ടോസ് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോയി പ്രിൻ്റ് എടുത്താൽ, ഇതെല്ലാം ഞാൻ പേപ്പർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കോട്ട്സ്, ഇതേപോലുള്ള ഫോട്ടോസ്, എന്തൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ പിൻട്രസ്റ്റിൽ നമുക്ക് കുറേ ഐഡിയാസൊക്കെ ഇതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റുഡിയോ കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതെല്ലാം കൂടെ ഒരു 120 രൂപയ്ക്കകത്ത് എനിക്കായിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമില്ലാതെ ഞാൻ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് ഞാൻ ഇത് സത്യം പറഞ്ഞാൽ പോയി എടുത്തത്. ഒരു പ്ലാനിങ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് പോയി ഫോട്ടോസ് എടുത്തത്. ചിലതൊക്കെ 2 എണ്ണം ഇതൊക്കെ എടുത്ത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങനെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയതുകൊണ്ടാണെങ്കിൽ എത്ര വരും, ഒരു 50 രൂപയ്ക്കകത്ത് നിങ്ങൾ ഒരു പ്ലാനിങ്ങോട് കൂടി പോവുകയാണെങ്കിൽ 50 രൂപയ്ക്കകത്തൊക്കെ എടുത്താൽ മാത്രം മതി. നമുക്ക് നന്നായിട്ട് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ പ്രിൻ്റൊക്കെ എടുത്ത് വിഷൻ ബോർഡ് തയ്യാറാക്കാൻ ഇല്ല, നമ്മുടെ കയ്യിൽ അത്രയും ക്യാഷൊന്നും ഇല്ല.
ഇത് വിഷൻ ബോർഡ് തയ്യാറാക്കാനുള്ള ഇതേപോലുള്ള സാധനങ്ങളില്ല നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷൻ ബോർഡ് തയ്യാറാക്കാതിരിക്കേണ്ട. ഒരു ചാർട്ട് പേപ്പർ മാത്രം മതി നമുക്കൊരു വിഷൻ ബോർഡ് തയ്യാറാക്കാൻ. നമ്മുടെ കയ്യിൽ കുറച്ച് പെൻസിലൊക്കെ പേനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വരച്ചു കൊടുക്കുക. നമ്മളതിന് വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യം ഒന്ന് എഴുതി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. കളർഫുൾ ആയിട്ട് ഇരുന്നോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിഷൻ ബോർഡ് ഒന്ന് കളർഫുൾ ആക്കി എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ എപ്പോഴും നമ്മൾ അട്രാക്റ്റ് ആവുന്നത് ഈ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷൻ ബോർഡ് ഒന്ന് കളർഫുൾ ആക്കി തന്നെ വയ്ക്കാൻ നോക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പ്രാർത്ഥന വേണം. ഇപ്പം എല്ലാവർക്കും ദൈവവിശ്വാസം ഉണ്ടാവണമെന്നില്ല. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് പ്രപഞ്ചത്തിലൊരു വിശ്വാസം കാണില്ല. അപ്പോൾ പ്രപഞ്ചത്തിനോട് ആ പ്രാർത്ഥന വയ്ക്കാം. നമ്മളൊന്ന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമ്പോൾ വിഷൻ ബോർഡ് കുറച്ചുകൂടെ വർക്കാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. ദൈവം വിശ്വാസമുള്ളവർക്ക് ദൈവത്തിനോട് ആ വിശ്വാസമുള്ള ഏത് ദൈവമാണോ അവരോട് പ്രാർത്ഥിക്കാം. അല്ല അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ചാർട്ട് പേപ്പറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി പ്രിൻസ് എല്ലാം ഞാൻ ഏകദേശം ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ വയ്ക്കണം, ഏത് സ്ഥലത്ത് ഏതൊക്കെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ട്. കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷൻ ബോർഡിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ്. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഒരു കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, ഒരു സ്കൂട്ടിയുടെയാണ്. കാരണം എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ പോലും അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്കൂട്ടി ഓടിച്ച് അതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ഉണ്ടാക്കണമെന്നാണ് ഈ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയൊരു വിഷനം. അതിൽ തന്നെ ഫസ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പക്ഷേ എല്ലാം കാറിൻ്റെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡ്രൈവിംഗ് ആണല്ലോ. എന്തായാലും നമുക്ക് ഇതായാലും കട്ട് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോകും മൊത്തത്തിൽ. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ കട്ട്സൊക്കെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തത്. ഇത്രയും ഭാഗത്തോളം ഞാൻ ഇപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെയാണ് സ്റ്റിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും പ്ലാൻ ചെയ്തിട്ട് പോലും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ അബദ്ധം. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രിൻ്റ് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങൾ, യൂട്യൂബിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു പ്രിൻ്റ് ഇവിടെ എടുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രിൻ്റ് എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോഴും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള യൂട്യൂബ് പ്ലേ ബട്ടണും യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അത് എഴുതി കൊടുത്ത്. നമ്മളെന്തായാലും തളരാൻ പാടില്ല. നമ്മളെന്തായാലും ഒരു വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അതിൽ തന്നെ ഉൾക്കൊള്ളണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയാൽ നമ്മൾ അതങ്ങ് ക്രിയേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതാണ് വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക്. ഏകദേശം 1 ഹവറിൽ കൂടുതൽ എടുത്ത് എനിക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ. കാരണം ഫസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാനും പിന്നെ അത് സ്റ്റിക്ക് ചെയ്തെടുക്കാനും അത്യാവശ്യം സമയമൊക്കെ കൺസ്യൂം ആയിട്ടുണ്ട്. മൊത്തം കഴിഞ്ഞപ്പം ഫൈനൽ ലുക്ക് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസൊക്കെ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷൻ ബോർഡെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ഒരു വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കുക. സമയം ഇനിയും ഉണ്ട്, വൈകിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം. നമുക്ക് ഇൻസ്പിറേഷനൊക്കെ മാത്രമേ ഈ പിൻട്രസ്റ്റിൽ നിന്നും അവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റൂ, യൂട്യൂബിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റൂ. പക്ഷേ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കേ അറിയാവൂ. അതുകൊണ്ട് നമ്മൾ തന്നെ നോക്കി അതൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് തീമൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തീമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ. ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് പോലെ തന്നെ എനിക്ക് ഒരു നല്ല അടിപൊളി വിഷൻ ബോർഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഒരു നല്ലൊരു വിഷൻ ബോർഡ് ചെയ്തെടുക്കാൻ പറ്റട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നതെന്നും അല്ല ഈ വീഡിയോ കുറിച്ച് വിചാരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചതും നന്നായിട്ട് തന്നെ ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അടിപൊളി റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷൻ ബോർഡ് നിങ്ങളും ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർ എന്തായാലും ചെയ്ത് നോക്കുക. നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളാണ് ഇനിയൊരു വീഡിയോ എനിക്ക് ചെയ്യുമ്പോൾ അതിന് പ്രചോദനമാകുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.